ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ക്രോഷ്യ സൂചിയും വൂളൻ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ക്രോഷ്യ ത്രെഡും ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്രോഷ്യ ത്രെഡിൽ ഫ്ലവർ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് 4 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 9 ഡബിൾ ക്രോഷ്യ ഈ റിങ്ങിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെയും അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത കളർ നൂലെടുത്ത് ഇതുപോലെ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇനി 4 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി 2 ചെയിൻ വിട്ടിട്ട് ഈ ഗ്യാപ്പിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെയും 4 ചെയിൻ ഇടാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യ ഈ സ്പേസിൽ ചെയ്തെടുക്കണം. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. ഇനി 2 പ്രാവശ്യം ചുറ്റിയെടുത്ത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇതിൻ്റെ നേരെ ഉള്ള ഡബിൾ ക്രോഷ്യയിൽ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനിയും പിന്നെയും അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്